ഹൈബ്രിഡും പൊടിയും എല്ലാം സപ്ലൈ ചെയ്തൊരു കുട്ടിയേട്ടനാണ്. മൊത്തത്തിൽ ഇങ്ങനെ ഒരുത്തനുണ്ടോ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ, കല്യാണം കഴിക്കും, കെട്ടാതിരിക്കണം നല്ലതെന്നൊക്കെ അങ്ങനെ ഒരു കോൺസെപ്റ്റിലായിരുന്നു. എപ്പോഴും ഒരേ ഫേസ് ആയിരുന്നു. അത് മാറിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇപ്പം വാഴ ഹിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ മുമ്പ് ചെയ്ത പല പടങ്ങളും ആൾക്കാർ ഓർക്കാനും തുടങ്ങി. ഇതിന്റെ ഒരു ഇത്രയും മാസീവായിട്ടുള്ള ഒരു സക്സസ് കാണുക, അങ്ങനെ ഒരു പലപ്പോഴും 100 കോടി ക്ലബിലെയും അല്ലെങ്കിൽ ഒരുപാട് ഹിറ്റാവുന്ന സിനിമകളും ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിലൊന്നും ഭാഗമാകാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര സിമ്പിൾ മനുഷ്യനാണ്, വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ പുള്ളിക്ക് ഈ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സ് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കൊക്കെ അത് കുറച്ച് പുള്ളിക്ക് ടെൻഷനാണ്. അത് ഇങ്ങനെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ രീതികൾ എല്ലാം വന്നപ്പോ ഇപ്പൊ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ കരുതി. ചവിട്ടിക്കോ, കുഴപ്പമില്ല. അപ്പൊ പുള്ളി ശരിയെന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് കേടാ, ഞാൻ കാലോചിച്ച് ഇങ്ങനെ അപ്പൊ നീ ടൈമിങ്ങിൽ ചെയ്താൽ മതി. പുള്ളി കുറച്ച് ആക്ടിങ്ങിലും പ്രൊഫഷണലാണ്. ആണ് ഇവരുടെ മീൻസ് ലൈക്ക് ഇതിന് മുന്നേ അവർ അറിയാമായിരുന്നു ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ആഷിന്റെ എല്ലാവരും വളരെയും വിനായകനെയും അജിനെ എല്ലാം അറിയാം. അതൊക്കെ പണ്ടേ അവര് ഭയങ്കര ഫേമസ് ആണ്. ഇത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെടണമെങ്കിൽ അയാൾക്കൊരു ഹെവി ടാലന്റ് ആയിരിക്കണം. അല്ലാതൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും സീനിന് കാണുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. ഫാമിലി ആയിട്ട് കണ്ടപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ ഫാമിലി ആയിട്ട് കണ്ടപ്പോഴത്തേക്ക് എന്റെ അമ്മ ഫസ്റ്റ് കണ്ടിട്ട് എന്നല്ലേ വിളിച്ചത്. എന്റെ ഒരു ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്, അവനെ വിളിച്ചത്. ഭയങ്കര ഹാപ്പിയാ. അമ്മയൊക്കെ ആണെങ്കിലും വൈഫാണെങ്കിലും എന്റെ അനിയത്തിയും അറിയുന്ന എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആരാ വീട്ടിലെ ഏറ്റവും ക്രിട്ടിക്കാരാ? എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അച്ഛനായിരുന്നു. അച്ഛനായിരുന്നു എല്ലാ രീതിയിലും. സിനിമയിലുള്ള കാര്യങ്ങളെല്ലാം കറക്ഷൻസും എല്ലാ കാര്യങ്ങളും പറയുന്ന അച്ഛനായിരുന്നു. ആ അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യത്തിലും ക്രിട്ടിക് അച്ഛനാണ്. അല്ല, അച്ഛൻ ഇപ്പോൾ റിയലി പ്രൗഡ് ആയിരിക്കും അല്ലേ? ഹലോ ഗില്ലറി വിഷൻ വ്യൂവേഴ്സ്, മലയാള സിനിമയിൽ മലയാളികളുടെ മനസ്സിൽ വളരെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച നമ്മളുടെ ഇപ്പോൾ വാഴ 2-ൽ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ 2-ലെ കുട്ടേട്ടനെ ആർക്കും മറക്കാൻ പറ്റില്ല. ലെറ്റ് മി വെൽക്കം അരുൺ. നമസ്കാരം. ഹായ്, വെൽക്കം ബ്രോ. എങ്ങനെയുണ്ട് കുട്ടേട്ടൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? കുട്ടേട്ടൻ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു സിറ്റുവേഷനിലാണ്. കാരണം ഒബിയസ്ലി ഞാൻ ചെയ്ത പടം ഹിറ്റ് ആവുകയും 200 crores ക്ലബിൽ കയറുക, പിന്നെ അതിന്റെ കുട്ടേട്ടൻ എന്നുള്ള ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിൽ രജിസ്റ്റർ ആവുക, എപ്പോഴും പല സ്ഥലത്തും കുട്ടേട്ടൻ എന്നുള്ള വിളി കേൾക്കുന്നുണ്ട്. ആ സന്തോഷം പറയാൻ വാക്കുകളില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത് ബ്രോ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സ്വിച്ച് ആണല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം എനിക്ക് തോന്നുന്നത് ബ്രോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 60 മൂവീസ് എന്തോ 60+ മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എല്ലാരും ഓർക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സാധനമാണ് സ്കേറ്റിംഗ് കിഡ് അല്ലേ? അതായത് ഇതിപ്പോ കുട്ടേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇങ്ങനെ ഒരു സാധനം. അതുമല്ല, എനിക്ക് തോന്നുന്ന ബ്രോയ്ക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു സ്വിച്ച് നടന്നിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നത് വിപിൻ ചേട്ടന്റെ ഒരുവിധം പടങ്ങളിലെല്ലാം, പിന്നെ അതുമല്ല ഷെയ്ഡ് കുറച്ച് ഭയങ്കര പോസിറ്റീവ് അല്ലേ, കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സാധനം അല്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കുട്ടേട്ടൻ എക്സ്പീരിയൻസ്? ഈ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തൊട്ട് മുമ്പ് വിപിൻ ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത വ്യസന സമയത്ത് കംപ്ലീറ്റ്ലി ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ചുകൂടി പ്ലസന്റ് ഫേസ്, കയ്യിലിരിപ്പ് മോശമാണെങ്കിലും പ്ലസന്റ് ഫേസ് ആണ്. ചില ആൾക്കാർക്ക് ഇതിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടും. മറ്റേത് അങ്ങനെയല്ലേ, മൊത്തത്തിൽ ഇങ്ങനെ ഒരുത്തനുണ്ടോ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ, കല്യാണം കഴിക്കും, കെട്ടാതിരിക്കണം നല്ലതെന്നൊക്കെ അങ്ങനെ ഒരു കോൺസെപ്റ്റിലായിരുന്നു. ബട്ട് ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മള് എപ്പോഴും ഒരേ ഫേസ് ആയിരുന്നു. അത് മാറിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇപ്പൊ വാഴ ഹിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ മുമ്പ് ചെയ്ത പല പടങ്ങളും ആൾക്കാർ ഓർക്കാനും തുടങ്ങി. ഇന്ന പടത്തിലില്ലേ, കമന്റ്സിലൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം. ചെയ്തത് വീണ്ടും ഈ ഒരു സിനിമയിലൂടെ ആണെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും പഴയത്. ഓക്കെ, ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പി മൂമെന്റ് എന്താ പടം കഴിഞ്ഞിട്ട് വാഴ കഴിഞ്ഞിട്ട് സംഭവിച്ചത്? സക്സസ് തന്നെയാണ് ഹാപ്പി. അല്ല, ഏതെങ്കിലും സ്പെഷ്യൽ കോൾസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നോ ഇൻഡസ്ട്രിയിൽ നിന്ന്?
കണ്ടു പരിപാടികൾ? അങ്ങനെ പറയത്തക്ക ആരും വിളിച്ചതൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മള് ഇതിന്റെ ഒരു ഇത്രയും മാസീവ് ആയിട്ടുള്ള ഒരു സക്സസ് കാണുക, അങ്ങനെ ഒരു പലപ്പോഴും 100 കോടി ക്ലബിലെയും അല്ലെങ്കിൽ ഒരുപാട് ഹിറ്റാവുന്ന സിനിമകളും ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിലൊന്നും ഭാഗമാകാൻ പറ്റാത്തതിലൊരു വിഷമം ഉണ്ടായിരുന്നു. നല്ലൊരു ഹിറ്റ് പടം, ആൾക്കാരെല്ലാരും കണ്ട പടം, കുട്ടേട്ടനെ ഇഷ്ടപ്പെടുന്നു. നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ വരണമെന്നില്ലല്ലോ. അതെ, ഹൈബ്രിഡും പൊടിയും എല്ലാം സപ്ലൈ ചെയ്തൊരു കുട്ടേട്ടനാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ഉണ്ടല്ലോ. കാരണം ഇപ്പൊ അത് വളരെ ഒരു ഫൺ ഫേസിലാണ് പറഞ്ഞു പോയതെങ്കിലും ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പം അല്ലെ ഈ അവരുടെ കുട്ടികളുടെ എക്സ്പോഷർ, അപ്പൊ അങ്ങനെ ഒരു എക്സ്റ്റെൻഡിലേക്ക് ചിന്തിച്ചോ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന സാധനം ഇതത്ര പോസിറ്റീവ് അല്ലല്ലോ എന്ന്? ഞാൻ ചെയ്യുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ ക്യാരക്ടർ അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അതിനെ തകർത്ത് തരിപ്പണമാക്കാതെ ഇനി എവിടെ കുട്ടേട്ടന്മാരുണ്ടായാലും അവര് ആൾക്കാരെ പിള്ളേര് തന്നെ അവർക്ക് അഗെയിൻസ്റ്റ് ആവാനുള്ള രീതിയിലാണ് നമ്മളെ പടം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലൊരു കാരണമാവുന്നത് ഞാനല്ലേ, കുട്ടേട്ടനല്ലേ. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അതിൽ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഫേസസ് ഒന്നും ആയിരിക്കില്ല വരുന്ന കുട്ടേട്ടന്മാര്. പലരും പല രീതിയിൽ വരും. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ കൺവേ ചെയ്തത്. ആ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി വർക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല കുട്ടിയുടെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടെയാണ്. അതാണ് മനു പി സദാശിവൻ. അതും ഈ പറഞ്ഞ പോലെ അത് എല്ലാരും ഞെട്ടി. ഞാൻ തിയേറ്ററിൽ അതൊന്നും പ്രതീക്ഷിച്ചില്ല. തിയേറ്ററിൽ നിന്നപ്പോ ഈ മനു പി സദാശിവൻ എന്നുള്ള തിയേറ്റർ മൊത്തം ചിരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ്സ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു വലിയ മൂവിയുടെ ഭാഗം. അപ്പൊ ഈ വിപിൻ ചേട്ടനുമായിട്ടുള്ള അസോസിയേഷൻ എങ്ങനെ? ബിക്കോസ് വിപിൻ ചേട്ടന്റെ മൂവീസിലെല്ലാം യു ആർ ദെയർ. അപ്പൊ ആ ഒരു അസോസിയേഷൻ എങ്ങനെ? എല്ലാ മൂവിലും ഇല്ല, ബട്ട് ഞാനും വിപിൻ ചേട്ടനും ആക്ച്വലി സെക്കൻഡ് കസിൻസ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം വിപിൻ ചേട്ടൻ ആദ്യം സിനിമ എന്നുള്ള കാര്യം വന്ന സമയത്ത് ആക്ച്വലി നമ്മളെ കണക്ട് ചെയ്തത് കസിൻസ് എന്നല്ല, നമ്മളെ കണക്ട് ചെയ്ത സിനിമയാണ്. ഓക്കെ ഓക്കെ. അപ്പം പുള്ളി സിനിമയും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കവാറും ഡിസ്കഷൻസ് ഒക്കെ ഞാനുമായിട്ട് ഒരു സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളെ കുറെ ഡിസ്കഷൻസ് ഉണ്ടാകും. പിന്നെ വിപിൻ ചേട്ടൻ 2 ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു പണ്ട്. അതിലൊരു ഷോർട്ട് ഫിലിം ഞാനായിരുന്നു ഹീറോ, ഒരു ഷോർട്ട് ഫിലിമിൽ അജു ചേട്ടനായിരുന്നു ഹീറോ. അതിൽ കൂടെ അജുചേട്ടന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു രമൺ എന്നൊരു ക്യാരക്ടർ ഞാൻ ചെയ്തായിരുന്നു. അതിനുശേഷമാണ് മുത്തുഗവ് ഉണ്ടായത്. അതൊക്കെ ഈ പാത്രമെല്ലാം നമ്മള് ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇപ്പം എനിക്ക് ആപ്റ്റ് ആവുന്ന ചില ക്യാരക്ടേഴ്സ് വന്നപ്പോ എനിക്ക് തോന്നുന്നത് അതിൽ അൽഫോൺസ് പുത്രനായിട്ടുള്ള നിങ്ങളുടെ ഒരു റാപ്പോ അല്ലേ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അതായത് ഭയങ്കര പാവമായിട്ട് നിൽക്കുന്നു പോലീസെ പിടിച്ചപ്പോ അങ്ങനെ. പിന്നെ അൽഫോൺസിന്റെ എനിക്ക് തോന്നുന്ന ഒരു ഗംഭീര ഡയലോഗുകളുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടില്ല, അതായത് എന്താ പറയുക, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ മീൻസ് അദ്ദേഹമായിട്ടുള്ള ഒരു കോമ്പിനേഷൻസ്, ആ ഒരു സീൻസും അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ പുള്ളി ഭയങ്കര സിമ്പിൾ മനുഷ്യനാണ്, വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ പുള്ളിക്ക് ഈ പറഞ്ഞ ഒരുപാട് ഡയലോഗ്സ് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കൊക്കെ അത് കുറച്ച് പുള്ളിക്ക് ടെൻഷനാണ് അത് ഇങ്ങനെ ഒക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ കിടിലമായിട്ട് ചെയ്തിരിക്കുന്നത് പുള്ളി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔട്ട് കാണുമ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാരണം പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ രീതികൾ എല്ലാം വന്നപ്പോ ഇപ്പൊ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ഞാൻ പറയുന്നുണ്ട് സാറിന് ആള് മാറിപ്പോയത് ആ സീനൊക്കെ ആയിരുന്നു. പിന്നെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇതില് എന്നെ ചവിട്ടുന്ന സീനുണ്ട്. അപ്പം സവിൻ വന്നിട്ട് ചേട്ടാ പതുക്കെ എനിക്ക് കേൾക്കാം, പതുക്കെ ചവിട്ടിക്കോ കുഴപ്പമില്ല. അപ്പൊ പുള്ളി ശരിയെന്ന് കഴിഞ്ഞ എന്റെ അടുത്ത് ഞാൻ കാലുവെച്ച് ഇങ്ങനെ അപ്പൊ നീ ടൈമിങ്ങിൽ ചെയ്താൽ മതി. ആ കറക്റ്റായിട്ട് ചെയ്ത് അതിന് കുഴപ്പമൊന്നുമില്ല. പുള്ളി കുറച്ച് ആക്ടിങ്ങിലും പ്രൊഫഷണലാണ് പക്കയായിട്ട്. എനിക്ക് തോന്നുന്നു അതല്ല, അതിൽ പുള്ളി സെൽഫ് ട്രോളും ഉണ്ട്. എടാ ഇത് ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയുന്നതല്ലേ, ആ സാധനങ്ങൾ കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഇപ്പൊ 2ാമത്തെ പടമായി 100 crore സർവ്വമായാലും 100 കോടി, ഇതിപ്പോ 200 കോടിയായി. അപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പം ഇങ്ങനെ ഇപ്പൊ ആക്ടേഴ്സ്, അതായത് സിനിമയിൽ പല ഡയറക്ടേഴ്സ് ആയിരുന്നവർ അല്ലെങ്കിൽ റൈറ്റേഴ്സ്, ഇവരൊക്കെ ഇപ്പം ആക്ടേഴ്സ് ആവുന്നുണ്ട്. അപ്പൊ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്കൊരു പരിപാടി ചെയ്യണം, ഒന്ന് ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടി റൈറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സിനും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡയറക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമുക്കൊരു ക്രിയേറ്റീവ് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു സംഭവം നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യണം, നമുക്കൊരു സിനിമ എന്നുള്ളൊരു ആഗ്രഹം അതുണ്ട്, അതെപ്പോഴും ഉണ്ടാവും. ഇപ്പൊ കറന്റ്ലി അതിന്റെ ഒരു പ്രോസസ്സിലൊന്നും അല്ല. ഈ അരുൺ ബ്രോയുടെ കരിയർ നോക്കുമ്പോഴേ, ഈ കരിയറിൽ അതായത് നമുക്ക്
ആസ് ഒരു എനിക്ക് തോന്നുന്നത് 10 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു ഫസ്റ്റ് മൂവി അല്ലേ, ഫസ്റ്റ് മൂവി. പിന്നെ അത് കഴിഞ്ഞ് സൈക്കിളാണോ മീൻസ് അല്ലല്ല, അത് കഴിഞ്ഞ് പ്രിയം ചെയ്തു. പ്രിയം നിങ്ങൾ 3 പേരുടെ ഒരു കോമ്പിനേഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് പീരീഡ് ടീനേജ് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ടീനേജിന് ശേഷമായിരിക്കണം ബ്രേക്കുകൾ. അതെ, ആക്ച്വലി സിനിമകൾ ചെയ്യുന്നുണ്ട്, ചിലതും അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പടങ്ങളല്ല എന്നുള്ളതേ ഉള്ളൂ. എല്ലാ വർഷവും 1-2 പടം ഞാൻ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡസ്ട്രി തന്നെ നിൽപ്പുണ്ട്. ചെറുപ്പം മുതലേ തുടങ്ങിയതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും അല്ല അഭിനയത്തിനോടും സിനിമയോടും ഒരു ക്രേസ് ഉണ്ട്, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ട് അപ്പം വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ പടവും വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ടായിരിക്കണം ശ്രദ്ധിക്കാതെ പോയത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അതായത് നമ്മളിപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ അതായത് ഇത്രയും ഒരു യങ് ഏജിൽ നിന്ന് ഈ മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൽ കണക്ഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതായത് നമുക്കൊരു റോള് കിട്ടുക അല്ലെങ്കിൽ നമുക്കൊരു സ്പേസ് കിട്ടുക, അത് ബ്രോ അങ്ങനെ കണക്ഷൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ചിലർ പറയും അത് നമുക്ക് ചിലർക്കും ഉണ്ടാവുമല്ലോ, അവർ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും, അവർക്ക് ഇപ്പോൾ എല്ലാവരോടും പോയി സംസാരിക്കുക അല്ലെങ്കിൽ സാർ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ മടിയുള്ളവരും ഉണ്ടാവും. അതുപോലെ തന്നെ മീൻസ് നമ്മളിത് ഇത്രയും ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ബ്രോ അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇറങ്ങി ചാൻസസ് ചോദിക്കാത്തതുകൊണ്ടാണ്? എപ്പോഴും തോന്നും ട്രൈങ് ബട്ട് സ്റ്റിൽ എന്നാലും അത് പോരാന്ന് തോന്നും. കാരണം നമ്മൾ കുറച്ചും കൂടെ ഇപ്പോഴത്തെ മുമ്പത്തെ പോലെയല്ല. മുമ്പ് ഞാൻ ചെറുപ്പത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആ ഏജിൽ ചെയ്യാൻ വേണ്ടി ഒരു 4-5 പേര് അപ്പൊ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ആക്ടേഴ്സിൽ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്രഷ് ഫേസസ് വരുന്നുണ്ട്, ഫ്രഷ് ആയി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ, ഹെവിലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഓർക്കണമെന്നില്ല. അപ്പൊ നമ്മള് എല്ലാവരുമായിട്ട് കോണ്ടാക്ട് വെക്കുക എന്നുള്ളത് കറക്റ്റാണ്. അതുകൊണ്ട് അതെങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും തോന്നുന്ന കാര്യമല്ല, കുറച്ചും കൂടെ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് ഈ ടൈപ്പ് ക്യാരക്ടർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നായകനായിട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മെയിൻ ലീഡായിട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ ഒരു പടം ചെയ്തതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നുള്ള ചിന്തകളുണ്ട്. ബട്ട് അതൊന്നും അല്ല. നമ്മളിപ്പം വ്യസന സമയത്തിലാണെങ്കിലും വാഴയിലാണെങ്കിലും നമ്മള് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ ഇഷ്ടം. അങ്ങനെയാണ്. ആ ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക, നമ്മളല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുക. ഇപ്പം വ്യസന സമയത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിലാണെങ്കിലും ഇനി ഞാൻ ഇപ്പൊ ചെയ്തോണ്ട് വെബ് സീരീസിലാണെങ്കിലും നമുക്കില്ലാത്തൊരു സംഭവം ചെയ്യാ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എപ്പോഴും ആസ് എൻ ആർട്ടിസ്റ്റ്, അതായത് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും ആസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ? അങ്ങനെ അതുകൊണ്ടാണോ ഇങ്ങനെ ഇപ്പൊ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാണെങ്കിലും അല്ലെങ്കിൽ അതും ഞാനത് ചൂസ് ചെയ്യാന്നുള്ളൊരു തീരുമാനം? എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡൊന്നും എനിക്ക് പ്രശ്നമില്ല. നമുക്ക് അഭിനയിച്ചാൽ മതി. ഞാൻ ആദ്യമേ വന്നത് നെഗറ്റീവായിട്ട്. അതെ ഞാൻ ആദ്യമേ വന്ന ഇത്രയും ഒരു പയ്യൻ പക്ഷെ പിന്നീട് അത് ഭയങ്കര എല്ലാവരും അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടല്ലോ, ആ സങ്കടവും എല്ലാം കൂടെ ക്യാരക്ടർ മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇമേജ് പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പം വരുന്നത് അതിൽ നല്ല ക്യാരക്ടർ ആയിരിക്കണം, അതിൽ ഡിഫറെന്റ് ആയിട്ട് പറ്റണം എന്നൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു യുവർ എയിം? നമ്മളിപ്പം സിനിമ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പൊ എന്തായിരുന്നു ഒരു ഹീറോ ഇതിലേക്ക് പ്ലേസ് ആവണം എന്നായിരുന്നോ, അതോ അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ആവണം എന്നാണോ? എങ്ങനെ പ്ലേസ് ആവണം എന്നായിരുന്നു ആഗ്രഹം? എനിക്ക് ആക്ടർ ഹീറോ ആണ് ഒബിയസ്ലി. പിന്നെ ആക്ടറാണ് എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ പ്രിഫറൻസ്. കാരണം നമ്മള് ചെറുപ്പത്തിൽ ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കുറച്ച് മുമ്പേ, അത് ചെറുപ്പത്തിലൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ആരാവണമെന്ന് ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിജയരാഘവൻ സാറിനെ പോലെയും സിദ്ദിഖ് പോലെയൊക്കെ ഒരു ആക്ടർ ആവണമെന്ന്. എന്തും വഴങ്ങും അല്ലേ? ചെയ്യണം, വഴങ്ങുന്നല്ല, അവർക്ക് അങ്ങനെ ഒരു ആക്ടറായിട്ട് മാറണം. അവര് ചെയ്യുന്ന അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഇതിലൊരാളാവണമെന്നുണ്ട്. പിന്നെ ഞാൻ ധമാക്കയിലെ ഹീറോ ആയിട്ട് ചെയ്തായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തായിരുന്നു. ഡാൻസും പിന്നെ ഹ്യൂമറും ഇമോഷൻസും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഫാമിലി ഫൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. നമുക്കൊരു ലിമിറ്റഡ് ആവരുത്, ലിമിറ്റേഷൻസ് വരാതിരിക്കാൻ ശ്രമിക്കുക. അറിയില്ല, ചെയ്യുന്തോറും എനിക്ക് തോന്നുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ അന്ന് അത്ര ആക്റ്റീവ് മീൻസ് അല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ മേജർ ആക്ടേഴ്സിന്റെ എല്ലാവരുടെയും ചെറുപ്പകാലം പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. നമുക്ക് എന്താ പറയാ, ഒരു ചെറുപ്പകാലം സ്റ്റാർ എന്നൊക്കെ ലേബിൽ വന്നു പോയി അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ട്. ദിലീപ് ഏട്ടന്റെ, ലാലേട്ടന്റെ, മമ്മൂക്കേന്റെ അല്ലേ? മീൻസ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി സാറിന്റെ എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇറ്റ്സ് ലൈക്ക്
ഇതിന്റെ ഈ ഒരു അച്ചീവ്മെന്റ്സുകൾ, അതായത് നമ്മൾ ചെറുപ്പം ചെയ്ത അച്ചീവ്മെന്റ്സുകൾ, അത് നമുക്ക് മൂവിങ് ഫോർവേഡ് ആസ് എൻ ആക്ടർ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈ സിനിമയിൽ ചെറുപ്പം മുതലേ ഉള്ളത് കുറേയൊക്കെ അച്ചീവ്മെന്റ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലാണെങ്കിലും ഈ പറഞ്ഞ ഈ 5 പേരുടെയും ചെറുപ്പം ചെയ്ത 5 ക്യാരക്ടേഴ്സ് ആയിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു. ടൈമിൽ ഞാൻ ചെയ്തത് എൻ്റെ ഡിഫറെന്റ്. സുരേഷ് ഗോപി സാറിന്റെ ചെറുപ്പം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ചെറുപ്പം മുതലേ ഒരു ട്രോമ കിട്ടിയ ഒരു പയ്യന്റെ ക്യാരക്ടറാണ്. മയിലാട്ടത്തിൽ ചേരാൻ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ അലമ്പനായിട്ടുള്ള, ഇനി മീശമാതല്ല ഈ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളായിട്ട്. ദാദാ സാഹിബിൽ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഒരു പാട്ട് സീനിലും നമുക്കിടെ ചെറുപ്പമായിട്ട് ഒരു ഭയങ്കര ഹാപ്പി അറ്റ്മോസ്ഫിയറിലുള്ള ഒരു. അലീബായിൽ വരുമ്പോൾ വേറെ ഡിഫറെന്റ് ആണ്, വേറൊരു നേച്ചറിലേക്ക് മാറി. അങ്ങനെ അന്ന് ഈ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അന്ന് കിട്ടി. അത് പിന്നീടുള്ള സിനിമകൾക്ക് ഭയങ്കര ഗുണം ഉണ്ടായിട്ടാണ്, കാരണം അതൊക്കെ കണ്ടിട്ടാണല്ലോ പിന്നീട് വിളിക്കുന്നത്. അങ്ങനെ എന്താണ് മീൻസ് ലൈക്ക് അതർ ദാൻ സിനിമ? ഇപ്പം നമ്മൾക്കറിയാം നമ്മൾ ഒരു ഭയങ്കര നമ്മളൊരു ആക്ടറാണ്, ടു ബി ആൻ ആക്ടർ ആൻഡ് ഓൾസോ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലേ? ഇപ്പം എല്ലാവരും നോക്കുമ്പോൾ ആക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെർട്ടൻ വേ നമ്മൾ ഡ്രസ് ചെയ്യണം, സെർട്ടൻ കാറുകളെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല പ്രഷറുകളും ഉണ്ട്. അപ്പം നമുക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗവുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നത്? അതായത് എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രഷറും ഇല്ല. ഞാൻ ബസ്സിലും പോകും, ഞാൻ സൈക്കിളിലും പോകും, ബൈക്കിലും പോകും, എല്ലാം. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അല്ല, ഈ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് പറയില്ലോ ഇത് എനിക്ക് പറ്റുന്ന രീതിയിലല്ല എനിക്ക് മുന്നോട്ട് പോകാം. അവര് ബാക്കിയുള്ളവർ പറയുന്ന ബോധമല്ല, എനിക്ക് അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. നമ്മളെ രീതിയിൽ തന്നെ പോവാം. നമ്മളിങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, മറ്റൊരു തീരുമാനിക്കാൻ പാടില്ല. അതാരാണെങ്കിലും. അപ്പൊ ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് എന്റെ രീതിയിൽ എന്റെ രീതി ഇങ്ങനെയാണ്. ഇപ്പൊ ഇനി ചിലപ്പം വേറൊരു രീതിയിൽ പോയി വലിയ രീതിയിൽ ജീവിക്കാന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മളെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വേറെ ഒരാളുടെ അഭിപ്രായത്തിലോ കാര്യങ്ങളൊന്നും ബോധർ ചെയ്യാറില്ല. എന്റെ പേഴ്സണൽ അത് നമുക്കൊരു അല്ലെ, നമ്മുടെ സൊസൈറ്റി നമുക്കൊരു പ്രഷർ തരുമല്ലോ, അയ്യോ സിനിമാ നടൻ എന്നുള്ള. അപ്പൊ അത് ഞാൻ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ അച്ഛനൊരു ചെറിയൊരു കടയുണ്ട്. അച്ഛൻ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചുപോയായിരുന്നു. അച്ഛൻ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പം മുതൽ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 6ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ കടയിലിരിക്കുന്നതാണ്. അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ നിൽക്കാറുണ്ട്. ഇപ്പോഴും എന്റെ നാട്ടിലുള്ളവർക്ക് അറിയാം ഞാൻ കടയിൽ നിൽക്കാറുണ്ട്. പലരും വരുമ്പോൾ സിനിമ നടനല്ലേ എന്നൊക്കെ ചോദിക്കുമെങ്കിൽ ഫൈൻ, എനിക്കത് പ്രശ്നമല്ല. ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗങ്ങളിൽ ഒന്നാണ്. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇത് വീണ്ടും ഒരു ആവശ്യമില്ലാത്ത മനസ്സിലായി. ഏതാണ് ഇപ്പൊ പുതിയ പ്രോജക്ട് ഉണ്ടെന്ന് പറഞ്ഞു? ഞാനിപ്പം ഒരു വെബ് സീരീസ് ചെയ്തായിരുന്നു, ആങ്സൈറ്റി അശോക് എന്നാണ്. അതിൽ അശോകായിട്ടാണ്. ആങ്സൈറ്റി ഉള്ള അശോകനാണ്. അപ്പം അജിത് ജാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്ടർ. പിന്നെ റാസിം എന്ന് പറഞ്ഞ ഒരാളാണ് പ്രൊഡ്യൂസർ. പിന്നെ നമ്മൾ ആടിലൊക്കെ അഭിനയിച്ച ആതിര പട്ടേലാണ് പേരായിട്ട് അഭിനയിക്കുന്നത്. പിന്നെയും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല രസകരമായ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ആയിട്ടുള്ള ഒരു ഫൺ പരിപാടിയാണ്. ആങ്സൈറ്റി എല്ലാവർക്കും അറ്റ് എ പോയിന്റ് എല്ലാവർക്കും ജീവിതത്തിലുള്ള അല്ലേ? ആങ്സൈറ്റി ഉള്ള കൂട്ടത്തിലാണോ? എനിക്ക് ഉണ്ടായിട്ടുണ്ടാവണം, നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതെനിക്ക് പറയുന്നത് ഇപ്പൊ ഈ പടമൊക്കെ റിലീസ് ആവുമ്പോൾ എസ്പെഷ്യലി ആക്ടേഴ്സിന് അവർ ഏറ്റവും കൂടുതൽ ആങ്സിയസ് ആവുന്നത് പടം ഇതിന്റെ റിസൾട്ട് എന്താവും, ഇത് ഇനി എന്താവും, ആൾക്കാർ എങ്ങനെ ആങ്സൈറ്റി, അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ടോ? ആ പോയിന്റിൽ എത്തിയില്ലല്ലോ. അല്ല, ധമാക്കയിലെ ചെറിയൊരു ആക്സിഡന്റ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മിക്ക സൈഡിൽ നിന്നും പലരും എന്നെ, മുകേഷ് ചേട്ടനൊക്കെ എന്നെയാണ് വിളിച്ചു നോക്കുന്നത്, എങ്ങനെയുണ്ട് അഭിപ്രായം. ഇന്നസെന്റ് ചേട്ടനൊക്കെ അന്ന് എന്നെ വിളിക്കുന്നുണ്ട്, എന്താണെടാ തിയേറ്ററിൽ പോയോ എന്താണെന്ന്. കാരണം ഞാൻ അവരൊക്കെ നല്ല ബോണ്ടിങ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ടെൻഷനാണ്. ഞാൻ ചേട്ടാ കുഴപ്പമില്ല, വർക്കായെന്ന് തോന്നുന്നു. നമുക്കറിയാൻ പറ്റില്ലല്ലോ ഫസ്റ്റത്തെ. അപ്പൊ അത് ടെൻഷൻ. ഒബ്വിയസ്ലി നമ്മള് ഇപ്പം വാഴ ഫസ്റ്റ് ഡേ പോയി കണ്ടപ്പോഴും ഞാൻ ചെന്നിരുന്ന് കാണുന്നത് സിനിമ മാത്രമല്ല, ഓഡിയൻസിന്റെ റിയാക്ഷൻ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നീട് ഒരിക്കലാണ് സമാധാനത്തിൽ പോയി കാണുന്നത്. അത് ഉണ്ട്, അതുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അത് വലിയൊരു ടെൻഷനായിട്ട് അങ്ങനെ എടുക്കാറില്ല. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം ചെയ്യുക, പരമാവധി നന്നാക്കി ചെയ്യുക, ആൾക്കാർക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. സിനിമ റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും അതതിന്റെ ഫേറ്റ് ആണ്, നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല. അപ്പം പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തീർക്കാം. ഇനി ഒരിക്കലും അത് തിരുത്താൻ പറ്റാത്ത, അത് ലൈഫ് ലോങ് നമ്മളില്ലെങ്കിലും അവിടെ കിടക്കും. അങ്ങനെ ഒരു സംഭവമാണല്ലോ. ഇവരുമായിട്ടുള്ള ഒരു കണക്ഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇപ്പൊ ഇവരൊരു യങ് ക്രൗഡാണ്, ഇവരുടെ ഫസ്റ്റ് പടമാണ്, നമ്മളാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ ഹാഷിറും ഈ ടീമും ഇവരുമായിട്ട് കാരണം ഇവരുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടല്ലോ. അപ്പം
ഇവരുടെ മീൻസ് ലൈക്ക് ഇതിന് മുന്നേ അവരറിയായിരുന്നു ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാണാറുണ്ട്. ഹാഷിന്റെ എല്ലാരെയും അലനെയും വിനായകനെയും അജിനെ എല്ലാം അറിയാം. അതൊക്കെ പണ്ടേ അവര് ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ അറിയാം. എനിക്ക് അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാണാൻ സാധ്യത. ഇവര് ന്യൂ ജനറേഷൻ പുതിയ രീതി വേറെ ആയിരിക്കും. അവരുടെ ഒരു ആക്ടിങ് രീതിയൊക്കെ എങ്ങനെയാണെന്ന്, കാരണം നമ്മൾ കാണുന്ന സാധനമുണ്ട്. കാരണം ഒരാളെ ഇത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെടണമെങ്കിൽ അയാൾക്കൊരു ഹെവി ടാലന്റ് ആയിരിക്കണം. അല്ലാതൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും സീനിന് കാണുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. ബട്ട് സ്റ്റിൽ ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരോട് വർക്ക് ചെയ്തപ്പോൾ. അവർ ഭയങ്കര കൂളാണ്. അതേ ആ വാഴ ലൊക്കേഷനെ കൂളാണ്. സവിൻ സായ് എന്നൊക്കെ പറഞ്ഞ ഡയറക്ടർ നമ്മളെ ക്യാമറമാൻ ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ്. എല്ലാവർക്കും ഒരു ടെൻഷൻ ഇല്ല. എല്ലാവരും ഭയങ്കര കൂളായിട്ട് ചില്ല് ചെയ്തിരുന്ന സിനിമ ചെയ്യുക എന്നുള്ളത്, അത് അൾട്ടിമേറ്റ് റിസൾട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന. അപ്പൊ അതിൻ്റെതായ ഒരു പോസിറ്റീവ് വൈബ് ആ ലൊക്കേഷനിലുണ്ടായിരുന്നു. ആ വൈബിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്തു. അല്ല, ഈ പ്രിവ്യൂ ഉണ്ടായിരുന്നോ ഇതിന്? റിവ്യൂ ഒന്നും കണ്ടില്ല. നേരെ ഫസ്റ്റ് വാച്ച് തിയേറ്ററിലാണ്. അതെ. അതിന് മുമ്പേ ഞാൻ വിപിൻ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ ഒരുക്കി ഇരുന്നപ്പോഴത്തേക്കും ഫുൾ പാട്ടൊക്കെ എനിക്ക് മൊത്തത്തിൽ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ വിപിൻ ചേട്ടൻ തന്നെ പറഞ്ഞു, സംഭവം വർക്കാണ്, സംഭവം വേറെ ഒന്നും നോക്കേണ്ടി വരില്ല, പടം കയറും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും പുള്ളിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഹിറ്റാവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പോയിന്റ് വരെ പോകുന്നത് ആർക്കും അതൊരു ചിന്തിക്കാൻ. എനിക്ക് തോന്നുന്നു ജനങ്ങൾ അതിൽ ഓരോ ക്യാരക്ടേഴ്സിനായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓരോ എനിക്ക് തോന്നിയത് ചില ആൾക്കാർക്ക് ഓരോ ക്യാരക്ടേഴ്സ് ലൈഫ് കണക്ട് ഏതെങ്കിലും ഒരു ആരെങ്കിലും ലൈഫിൽ എവിടെയോ ഒരു കുട്ടിയേട്ടനുണ്ട്. കുട്ടിയേട്ടൻ മാത്രമല്ല, അതിൽ ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അത് ചിലപ്പോ പാരന്റൽ ആയിരിക്കും, സിബ്ലിങ്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പം സ്കൂളായിരിക്കും, എന്താണെങ്കിലും എവിടെയെങ്കിലും കണക്ട് ആവും. അതെ. ഫാമിലി ആയിട്ട് കണ്ടപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാ? ഫാമിലി ആയിട്ട് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഫസ്റ്റ് കണ്ടിട്ട് എന്നല്ലേ വിളിച്ചത്. എൻ്റെ ഒരു ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്, അവനെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെയൊക്കെ ഓർമ്മ വന്നു പടം കണ്ടപ്പോൾ. നമ്മള് ഭയങ്കര അടുത്ത ആൾക്കാരാണ്, ഭയങ്കര ഹാപ്പിയാ. അമ്മയൊക്കെ ആണെങ്കിലും വൈഫാണെങ്കിലും എൻ്റെ അനിയത്തിയും അളിയനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കണ്ടപ്പോൾ. അവർക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കണക്ട് ആവുന്ന കുറെ എലിമെന്റ്സ് അതിലുണ്ടല്ലോ. ഓക്കെ. ആരാ വീട്ടിലെ ഏറ്റവും ക്രിട്ടിക്? ആരാ? എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അച്ഛനായിരുന്നു. അച്ഛനായിരുന്നു എല്ലാ രീതിയിലും. സിനിമയിലുള്ള കാര്യങ്ങളെല്ലാം കറക്ഷൻസും എല്ലാ കാര്യങ്ങളും പറയുന്ന അച്ഛനായിരുന്നു. ആ അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യത്തിലും ക്രിട്ടിക് അച്ഛനാണ്. അല്ല, അച്ഛനിപ്പോ റിയലി പ്രൗഡ് ആയിരിക്കും അല്ലേ? ആയിരിക്കണം. ഓഫ് കോഴ്സ്. ഓക്കെ. ഇപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്രോജക്റ്റ് വാഴ 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും നമുക്കതിലൊരു പരിപാടി ഉണ്ടോ എന്നുള്ളത്? വാഴ 3 അനൗൺസ് ചെയ്ത ഐഡിയയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ബാക്കി പരിപാടികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ എഴുത്ത് പരിപാടിയൊക്കെ ഇനി നടക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും. വിപിൻ ചേട്ടൻ അങ്ങനെയാണ്. വിപിൻ ചേട്ടൻ്റെ കുറെ ഐഡിയാസ് ആണ്, അതൊക്കെ പുള്ളി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിന് ഒരു എഴുതി തുടങ്ങുമ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് അത് ബിൽഡാകും. പിന്നെ എഴുതുമ്പോൾ ഒരു ഫ്ലോയിൽ കുറെ കാര്യങ്ങൾ വരും. അങ്ങനെയാണ്. അത് കഴിഞ്ഞാലേ ഏതാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ വാഴ 200 crores. അപ്പം എല്ലാം ഒരു ഹാപ്പിനെസ് ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല പ്രോജക്ട്സുകളുടെ ഭാഗമാകാൻ കഴിയട്ടെ. നല്ല ഇപ്പോൾ പറഞ്ഞ പോലെ മീൻസ് ലൈക്ക് നല്ലൊരു ആക്ടർ എന്നറിയപ്പെടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.